കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ലീഗൽ എഡ്യൂക്കേഷൻ്റെ ഗേറ്റ്വേ എന്ന് പറയുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനാണ്, അഥവാ KLEE എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ലീഗൽ ഫീൽഡിലേക്ക് അത് 3 ഇയർ LLB ആയിക്കോട്ടെ, 5 ഇയർ LLB ആയിക്കോട്ടെ, ഇനി LLM ആയിക്കോട്ടെ, കേരള ലോ എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജസ്, അതായത് ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെൻറ് ലോ കോളേജ് കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, ഇതുകൂടാതെ പല പ്രൈവറ്റ് കോളേജസും ഇന്ന് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്ക് വഴിയാണ് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ പഠിക്കണം, എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആണ് ഈ പറയുന്ന കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന +2 കഴിയുന്ന കുട്ടികൾക്ക് 5 ഇയർ LLBയും, ഇനി നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ലോ പ്രൊഫഷനെക്കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ 3 ഇയർ LLBയുടെ എൻട്രൻസും എഴുതാവുന്നതാണ്. ഈ പറയുന്ന 5 ഇയർ LLB എഴുതാനായിട്ട് +2ന് വേണ്ടത് വെറും 45% മാർക്കാണ്. ഇതിൽ തന്നെ റിസർവേഷൻ കാറ്റഗറിക്ക് മാർക്കിൽ ഇളവുകളുണ്ട്. ഈ കേരള ലോ എൻട്രൻസ് വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് BA LLBക്ക് അഡ്മിഷൻ എടുക്കാം, BCom LLBക്ക് അഡ്മിഷൻ എടുക്കാം, BBA LLBക്കും നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ പഠിക്കണം, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും അച്ചീവബിൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. വളരെ സ്ട്രക്ചേർഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 2 മണിക്കൂറിൽ നടക്കുന്ന ഒരു ഓൺലൈൻ എക്സാമിനേഷനാണ്. 200 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേണും സിലബസും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ നോക്കുന്ന ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും വരുന്നത്. പക്ഷേ ഇതിന് വരുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേണിന് വ്യത്യാസമുണ്ട്. കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ചില വർഷങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്, എന്നാലും ഒരുവിധം ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കേരള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ആൻഡ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയ ആണ്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറലി എല്ലാ എക്സാമിനേഷനും വരുന്നത് ഏകദേശം ഒരുപോലെയാണ്. കോംപ്രിഹെൻഷൻ ഉണ്ടാവാറുണ്ട്, വൊക്കാബുലറി സ്കിൽസ് ചെക്ക് ചെയ്യാറുണ്ട്, ഗ്രാമർ വരാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു 10th ലെവൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ലെവലിലാണ് എക്സാമിനേഷന് ചോദിക്കാറുള്ളത്. ഇനി ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസും വരാറുണ്ട്. GK ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു ഇയർ ബുക്കോ ജനറൽ GK ബുക്കോ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും. സോ അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതിൽ വരുന്നത് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലാതെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സ്കൂളിൽ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ള HCF, LCM, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അരിത്തമെറ്റിക് എബിലിറ്റി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട കാര്യം അതിൽ വരുന്നില്ല. ലോജിക്കൽ റീസണിങ്ങിൽ നമ്മളുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. സോ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ടും ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇതിൽ തന്നെ ഈ ലോജിക്കൽ റീസണിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഡയറക്ഷൻ സെൻസ്, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പസിൽസ് വരാറുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരേപോലെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാൻ വരാറുണ്ട്. അപ്പം ഈ പറയുന്ന എക്സാമിൻ്റെ മൊത്തത്തിൽ നമ്മൾ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം സമയം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. അതുകൂടാതെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ബോർഡ് എക്സാം കഴിഞ്ഞ് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക,
എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ച് നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. ബാക്കിയുള്ള എക്സാംസ് പോലെ ബോർഡ് എക്സാം കഴിഞ്ഞ് ഉടനെ അല്ല ഈ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. സോ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതൊരു റൈറ്റ് ടൈമാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി +1 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ പാറ്റേൺസും അതെങ്ങനെയാണ് വരുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. സോ ഇനി കേരളത്തിൽ തന്നെ നമുക്ക് ലോ പഠിക്കണം എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതുകൂടാതെ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ലോ പ്രൊഫഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെഴുതേണ്ടത് 3 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷനാണ്. ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളും കോമൺ ആണ് ഈ 3 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷനും. അതിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 2ലും ലീഗൽ പോർഷൻസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ ബേസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ 2 പാറ്റേൺ, അതായത് 3 ഇയർ LLBയുടെയും 5 ഇയർ LLBയുടെയും നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇയറിനും 5 ഇയറിനും നോക്കുകയാണെങ്കിൽ സിലബസ് ഒന്നായിട്ട് തോന്നാം, പക്ഷേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡെപ്ത്ത് വ്യത്യാസമുണ്ട്. കാരണം +2ൻ്റെ ലെവലിൽ ഉള്ള ഒരു കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യമല്ല ഡിഗ്രി കഴിഞ്ഞ് എഴുതുന്ന കുട്ടികളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ എക്സാം എഴുതി പാസ്സാവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ലീഗൽ പോർഷൻസ് നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്.